പാലക്കാട് എലപ്പുള്ളിയിൽ വീട് കുത്തി തുറന്ന് 23 പവൻ സ്വർണവും ഡയമണ്ട് മോതിരവും കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതം. പോലീസ് സമീപത്തെ CCTV അടക്കം കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം തുടരുന്നത്. കഴിഞ്ഞ ദിവസമാണ് എലപ്പുള്ളി പോക്കാംതൊടിൽ വിജയ് ശങ്കറിന്റെ വീട്ടിൽ കവർച്ച നടന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് ആയിഷത്തുൽ ഷംന തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. വീട് പൂട്ടി ഗുരുവായൂരിലേക്ക് പോയതായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ എലപ്പുള്ളിയിലെ വിജയ് ശങ്കർ ശശിപ്രഭ ദമ്പതികൾ കാണുന്നത് വീട് കുത്തി തുറന്ന നിലയിലാണ്. അകത്ത് കയറിയപ്പോഴാണ് വലിയ ഒരു കവർച്ച നടന്നതായി മനസ്സിലാക്കുന്നത്. 23 പവൻ സ്വർണവും ഡയമണ്ട് മോതിരവും ഒപ്പം 10,000 കണക്കിന് രൂപയുമാണ് ഇന്നലെ ഈ വീട്ടിൽ നിന്നും കവർച്ച പോയത്. നമ്മളിപ്പോൾ ഈ വീട്ടിലാണ്. എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ട നിലയിലാണ്. ഓർമ്മകൾക്ക് വേണ്ടി സൂക്ഷിച്ചിരുന്ന പഴയ പേഴ്സുകളും അതിലുണ്ടായിരുന്ന ഒരു 10 രൂപ പോലും ഒക്കെ എടുത്തിട്ടാണ് ഈ കള്ളന്മാരെന്തായാലും ഇന്നലെ പോയിട്ടുള്ളത്. അന്വേഷണം നടക്കുന്ന ഒപ്പം തന്നെ നമുക്ക് ഈ ബാക്കി കാര്യങ്ങൾ ഈ വീട്ടുടമയോട് ചോദിക്കാം. ചേച്ചി, എന്താണ് ഉണ്ടായത്? എപ്പോഴായിരുന്നു നിങ്ങൾ ഗുരുവായൂർ പോയത്? ട്യൂസ്ഡേ 25th രാവിലെ ഒരു 7:30 ഇങ്ങനെ ആയി പോയിട്ടുണ്ടാവും. പോയി. ഞാനും ഹസ്ബൻഡ് അനിയനും ഭാര്യയും അടുത്ത വീട്ടിൽ ഞങ്ങൾ 4 ആളും കൂടിയിട്ടാണ് പോയത്. ഡ്രൈവറും തിരിച്ചെത്തിയത് ഇന്നലെ 3:30 3:15 അങ്ങനെ ആകുമ്പോൾ ഇന്നലെ തിരിച്ചെത്തി. വന്നപ്പോൾ ഈ ഡോർ ഇങ്ങനെ വന്നപ്പം ആ പുറത്തെ നെറ്റ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അതിന് ലോക്കില്ല. അത് തുറക്കാൻ വിളിക്കുമ്പം കിട്ടിയില്ല. അപ്പോൾ അത് ഉള്ളിൽ നിന്ന് പൂട്ടിയിരുന്നു. അങ്ങനെ മനസ്സിലായപ്പോൾ സ്ക്രൂ ഡ്രൈവർ ഇട്ട് തുറന്നിട്ട് പിന്നെ ഉള്ളിൽ നോക്കിയപ്പോഴാണ് ഈ മരത്തിൻ്റെ അത് പൊളിച്ചിരിക്കുന്നു. പിന്നെ ബാക്കത്തെ വാതിൽ അതിൻ്റെ ലോക്ക് പൊട്ടിച്ചിട്ട് അതും തുറന്നു. ഈ റൂമിലാണ് ഇന്നലെ ഈ ഗോൾഡ് എല്ലാം വെച്ചിരുന്നത്. ഇവിടുന്നാണ് 23 പവൻ സ്വർണവും ഒപ്പം ഈ ഡയമണ്ടിന്റെ മോതിരമൊക്കെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കുവാണ്. ചേച്ചി, ഗോൾഡ് സാധാരണ ഇവിടെ തന്നെയാണോ വെക്കാറുള്ളത്? അതെ, ഞങ്ങൾ കഴിഞ്ഞ മാസമാണ് തിരിച്ചു വന്നത് മോൻ്റെ അടുക്ക പോയിട്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയ ഗോൾഡ് തിരിച്ച് ലോക്കറിൽ വെച്ചിട്ടില്ല. ആ ഗോൾഡാണ് പോയത്. പിന്നെ അലമാര ഒന്നും കുത്തിപ്പൊളിച്ചിട്ടില്ല? ഇല്ല, എന്താ വെച്ചാൽ ചാവി അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ എടുത്ത് വെച്ചിരുന്നില്ല. ഞാനങ്ങനെ വെക്കാറില്ല. ഇവിടെയുള്ള ആൾക്കാർ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. അതുകൊണ്ട് അവരൊന്നും തൊടാറില്ല. എത്രയോ കാലമായി ഞങ്ങൾ വന്ന മുതലുള്ള പണിക്കാരാ. പഴയ ബാഗും പേഴ്സൊക്കെ എല്ലാം വേണ്ടിയിട്ട് എടുത്ത് വെച്ചത്? പഴയ പേഴ്സൊക്കെ അത് വെറുതെ വെച്ചതായിരുന്നു. എല്ലാ പേഴ്സും തുറന്നു നോക്കിയിട്ടുണ്ട്. ഹാൻഡ് ബാഗ്, പേഴ്സൊക്കെ കിട്ടിയ ഞാൻ പറഞ്ഞില്ലേ, ഒരു 20 റുപ്യയും ഒരു 5 റുപ്യയുടെ കോയിനും ഏതോ ഒന്നിൽ കണ്ടു. അതെങ്ങനെ വിട്ടുപോയെന്നറിയില്ല. പിന്നെ ഇത് പാസ്പോർട്ടിൻ്റെ കവറിൽ ഫോറിൻ കറൻസി ഉണ്ടായിരുന്നു. പിന്നെ സിൽവറിൻ്റെ അങ്ങനെ എടുത്തിട്ടില്ല. ലോഫ്റ്റിൻ്റെ മുകളിൽ കയറിയിട്ടും പെട്ടിയൊക്കെ എടുത്ത് താഴ്ത്തിട്ട് അതൊക്കെ വലിച്ചിട്ടിട്ടാണ് ഇതൊക്കെ ആക്ച്വലി ചെയ്ത്. അവർ പൊളിച്ചിട്ട് വന്ന ഉടനെ ആദ്യം നെറ്റിൻ്റെ കുറ്റിയിട്ടു. അതുപോലെ മറ്റേ വുഡൻ ഡോറിൻ്റെ മേലത്തെ കുറ്റിയിട്ടു. അപ്പോൾ തുറക്കാൻ പറ്റില്ല അവിടുന്ന്. അങ്ങനെയായിരുന്നു. അപ്പോൾ അത് സേഫാക്കിയിട്ടാണ് പരിപാടി തുടങ്ങിയിട്ടുണ്ടാവുക. വലിയൊരു കവർച്ച തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ വീട്ടിലുണ്ടായത്. എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ട് എല്ലാതും കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. ഈ റൂമിൽ മാത്രമല്ല, മറ്റൊരു മുറിയിൽ കൂടി ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ട് അവിടെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മൊഴിയെടുപ്പും മറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് CCTV പവർ ഓഫ് ആയിരുന്നു. അതൊരു വലിയ വെല്ലുവിളിയായി. എന്നാലും സമീപത്തെ CCTV ഒക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഉടൻ തന്നെ ഈ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘവും പങ്കുവെക്കുന്നത്. ക്യാമറാമാൻ രാജീവ് സുധേവിനൊപ്പം ആയിഷത്തുൽ ഷംന, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.